ഏവർക്കും ബി കെ ഹിസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, അതായത് ഫിസിക്കൽ വേൾഡ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഫിസിക്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ അധികം മാർക്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, ഈ വരില്ല എന്ന് ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ വീഡിയോ കാണുക, ആ കൂട്ടത്തിൽ ഒരു നോട്ട്ബുക്കിലോ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചാപ്റ്ററിനെ പറ്റി വേറെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, വേറെ ഈ ചാപ്റ്റർ സംബന്ധിച്ച് വേറെ ഒരു റെഫറൻസ് നടത്തേണ്ടി വരില്ല. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു, കുറേ തിരക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നാണ്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ഫിസിക്സിനോട് താല്പര്യമുള്ള, ഇപ്പോൾ ഫിസിക്സ് മേഖലയിൽ പല പല കാര്യങ്ങൾക്കും താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ടാവും. അത് സയന്റിസ്റ്റ്, ഫിസിസിസ്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലെയാണ് ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ നമ്മുടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ നമ്മുടെ സാറ്റലൈറ്റ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഞാൻ ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് ഒരു പിക്ചർ പോലെ നിങ്ങൾക്ക് തന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫിസിക്സിനോട് ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കുമല്ലോ, അപ്പൊ ഇങ്ങനത്തെ പിക്ചർ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് വാട്ട് ഈസ് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സയൻസ്? ഓക്കെ, വാട്ട് ഈസ് സയൻസ്? അപ്പോൾ വെബ്സ്റ്റർ ഡെഫിനിഷൻ, അതായത് സയൻസ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പറയാം, അത് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുഴപ്പമില്ല. വെബ്സ്റ്റർ ഡെഫിനിഷൻ സിസ്റ്റമാറ്റിക് നോളജ്. അപ്പോൾ നമ്മുടെ വെബ്സ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് പല തരത്തിലുള്ള ഡെഫിനിഷൻസ് നമുക്ക് കിട്ടും. നെറ്റിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് ഉണ്ടാവും. ഓക്കെ, any branch of study concerned with a body of observed material facts. The word originate from സൈറ ലാറ്റിൻ ടു നോ, അതായത് ടു നോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, സൈറ എന്ന് പറയുന്നത് നമ്മളെ സയൻസ് ഉണ്ടായിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡിനാണ്, ടു നോ, അറിയുക എന്നുള്ളതിനാണ് മെയിൻ അർത്ഥം. ഓക്കെ, ദി ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. നമ്മുടെ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ഗോളായിട്ടാണ് നമ്മൾ സയൻസിനെ ലാറ്റിൻ കരുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ടു നോ എന്നാണ് സയൻസിന്റെ മീനിങ്. അങ്ങനെയാണ് സയൻസ് ഉണ്ടായത്. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, വാട്ട് ഈസ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ. ദ സ്റ്റെപ്സ് ഇൻ സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്, നമുക്ക് ശാസ്ത്രീയമായി പല കാര്യങ്ങളും കണ്ടെത്താനും തെളിയിക്കാനും വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒബ്സർവേറ്റ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനും അതുപോലെ അങ്ങനത്തെ പല കാര്യങ്ങളും പറ്റും. അതുപോലെ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, പ്രഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓർ ഫോൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊന്നുമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഫിസിക്സ്? എന്താണ് ഈ ഫിസിക്സ് എന്ന് പറയുന്നത്? ഫിസിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, എക്സ്പെരിമെന്റ്. ഇപ്പോൾ എന്താ പറയുക, ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ പലരുടെ മനസ്സിലും പല 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 കാര്യങ്ങളായിരിക്കും വരിക. അതായത് കറണ്ട്, അങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്താ നോക്കാം. ഫിസിക്സ് is the study of nature and its laws. There are so many different events in nature which are taking place, and we expect that all these different events in nature are taking place according to some basic law, and revealing these laws of nature from the observed event is physics. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, അതുപോലെ അതിന്റെ നിയമങ്ങളെ കുറിച്ചിട്ടും. ഓക്കെ, അപ്പോൾ there are so many different events in nature. നമ്മുടെ പ്രകൃതിയിലെല്ലാം പല തരത്തിലുള്ള ഇവന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ളൊരു പഠനമാണ് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയും പ്രകൃതിയെ കുറിച്ചുള്ള നിയമങ്ങളെയും നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്സിൽ നമുക്ക് പല പല ഡെഫിനേഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫിസിക്സ് ഇഷ്ടംപോലെ ഡെഫിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത്,
അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് അത് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് രണ്ടൊരു വായിച്ച കിട്ടുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും നോട്ട് എടുത്ത് പഠിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ നേച്ചറിനെ കുറിച്ചും അതിന്റെ ലോസിനെ കുറിച്ചും ഒക്കെ ഉള്ള സ്റ്റഡിയാണ്. അതുപോലെ പലതരത്തിലുള്ള ഇവന്റ്സിനെ കുറിച്ചൊക്കെ. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഫിസിക്സ്. നമ്മുടെ ഫിസിക്സിലെ സ്കോപ്പ് എന്താണ്? നമ്മുടെ ഫിസിക്സിലെ സ്കോപ്പ്, അപ്പോൾ നമുക്ക് ഫിസിക്സിൽ തന്നെ പല തരത്തിലുള്ള സ്കോപ്പുകളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ നമ്മുടെ ഫിസിക്സിൽ ഇപ്പോൾ ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, അങ്ങനെ പല പല ബ്രാഞ്ചുകളുണ്ടല്ലോ ഫിസിക്സിൽ തന്നെ. അപ്പോൾ അങ്ങനെ പല പല സ്കോപ്പുകളുണ്ട്. നിങ്ങൾക്ക് പല പല കാര്യങ്ങളും കണ്ടെത്താനും എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഫിസിക്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ പല പല കാര്യങ്ങളും നല്ല സിമ്പിൾ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ വെഹിക്കിൾ, അങ്ങനത്തെ പല പല കാര്യങ്ങളും കംപ്ലീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ മാക്രോസ്കോപ്പിക് ഡൊമൈൻ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ എക്സാമിന് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്രോസ്കോപ്പിക് ഡൊമൈൻ. ദ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ഫിനോമിന അറ്റ് ദ ലബോറട്ടറി, ടെറസ്ട്രിയൽ ആൻഡ് ആസ്ട്രോണമിക്കൽ സ്കെയിൽസ്. അപ്പോൾ ഈ മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? മാക്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മാക്രോ മൈക്രോ എന്നൊക്കെ പറയുന്നത്. ഈ മൈക്രോ എന്ന് വെച്ചാൽ സ്മോൾ ആയിട്ടുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ മൈക്രോയിൽ ഉണ്ടാവുക. അപ്പൊ മാക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചുകൂടി ലാർജ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ഫിനോമിന അറ്റ് ലബോറട്ടറി, ടെറസ്ട്രിയൽ ആൻഡ് ആസ്ട്രോണമിക്കൽ സ്കെയിൽസ്. Classical physics mainly deals with macroscopic phenomena, and it includes subjects like mechanics, electrodynamics, and optics and thermodynamics. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സ്, ഇപ്പൊ നമുക്ക് മോഡേൺ ഫിസിക്സ് ഒക്കെ അവൈലബിൾ ആണ്, നമ്മുടെ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്? മെക്കാനിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അതുപോലെ ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ഇവന്റ് ചെയ്ത് പറയാം. ഓക്കെ, അത് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ മെക്കാനിക്സ് എന്താ നോക്കാം. ഓക്കെ, മെക്കാനിക്സ് ഫൗണ്ടഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ നമുക്ക് കുറെ ലോസ് അറിയാലോ ന്യൂട്ടന്റെ. അപ്പോൾ മോഷൻ, ലോ ഓഫ് മോഷൻ എന്നാണ് നമുക്ക് ഈ ഒരു വീട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മെക്കാനിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ട എന്തോയിലായിരിക്കുന്നു. അപ്പോൾ ഡീൽസ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിനോൺ അസോസിയേറ്റഡ് വിത്ത് ചാർജ് ആൻഡ് മാഗ്നറ്റിക് ബോഡീസ്. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്? ഈ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇലക്ട്രിക്കിനെ കുറിച്ചും അതുപോലെ മാഗ്നറ്റിക്കിനെ കുറിച്ചും. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ മാഗ്നറ്റിക് എന്ന് വെച്ചാൽ നമ്മളെ കാന്തിക ഫീൽഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇലക്ട്രിക് കറണ്ടിന്റെ ഫീൽഡ്, അങ്ങനത്തെ കറണ്ടും മാഗ്നറ്റിക്കും കൂടി മിക്സ് ആയൊരു ഫിനോമിന, അതിനെ കുറിച്ച് പറയുന്നതാണ് നമ്മളെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല ചാർജ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ബോഡീസ് ആയിരിക്കും. ഓക്കെ, ആ ഫിനോമിന അസോസിയേറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താണ്? ചാർജ്ഡും മാഗ്നറ്റിക്കും ആയിട്ടുള്ള ബോഡീസിലായിരിക്കും. നെക്സ്റ്റ് ഒപ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, അതായത് പലതര നമ്മളെ കണ്ണടകൾ ഉണ്ടാവുമല്ലോ, കണ്ണട. അപ്പോൾ ഈ കണ്ണടയുടെ പല ഷോപ്പിന്റെയും പേജ് ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പൊ തന്നെ അതിൽ ലെൻസ് ഉണ്ട്. ലെൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് ഫിനോമിനാൻ ഇൻവോൾവിംഗ് ലൈറ്റ്. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പഠനത്തിനൊക്കെ നമ്മൾ എന്ത് പറയും? ഒപ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, ഒപ്റ്റിക്സ്. നെക്സ്റ്റ് തെർമോഡൈനാമിക്സ്. ഈ തെർമോഡൈനാമിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് സിസ്റ്റം ഇൻ മാക്രോ. ഈ തെർമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചർ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കെമിസ്ട്രി ഉണ്ടാവും. ഓക്കെ, തെർമോഡൈനാമിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് സിസ്റ്റംസ് ഇൻ മാക്രോസ്കോപ്പിക് equilibrium and is concerned with the changes in internal energy, temperature, entropy, etc. of the system through external work and transfer of heat. നമ്മുടെ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തെർമോഡൈനാമിക്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഹീറ്റ് എനർജി ട്രാൻസ്ഫർ, ഹീറ്റിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം നമ്മുടെ തെർമോഡൈനാമിക്സിലായിരിക്കും വരിക. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മാക്രോസ്കോപ്പിക് ഇക്വിലിബ്രിയം എന്ന്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ അതേ സ്റ്റേറ്റിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക ഫാസ്റ്റ് ആയിട്ട്. നമ്മൾ ഉഷാറായിട്ട് എന്താ പറയാ സ്പീഡിലി ആണ്. ഓക്കെ, നിങ്ങൾ കെമിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും 10ാം ക്ലാസ്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് മാക്രോസ്കോപ്പിക് ഡൊമൈൻ. മൈക്രോസ്കോപ്പിക് ആണ്, മാക്രോ അല്ല. മാക്രോ നമ്മൾ നേരത്തെ നോക്കി. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് ആലോചിക്കാം.
അതായത് സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് വരിക. ദ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ് അറ്റോമിക് മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. അറ്റോമിക് മോളിക്കുലർ ന്യൂക്ലിയർ ഫിനോമിന, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചും അതുപോലെ നമ്മളെ സ്മോൾ ടൈനി പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് നമ്മളെ മൈക്രോ എന്ന് പറയുന്നത്. പിന്നെ ക്വാണ്ടം തിയറി ഈസ് കറന്റ്ലി അക്സെപ്റ്റഡ് ആസ് ദ പ്രോപ്പർ ഫ്രെയിംവർക്ക് ഫോർ എക്സ്പ്ലെയിൻ മൈക്രോസ്കോപ്പിക് ഫിനോമിന. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച്. നമ്മുടെ ക്വാണ്ടം തിയറി ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. മൈക്രോസ്കോപ്പിക് ഡൊമൈനിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമായിരിക്കും ക്വാണ്ടം ഫിസിക്സ് ഒക്കെ. നമുക്ക് ഭാവിയിൽ വരാനുള്ള കുറെ സാധ്യതകൾ അതിലുണ്ട്. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ ചർച്ച ചെയ്യാം. നെക്സ്റ്റ് ഇതാണ്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞൊക്കെ ജസ്റ്റ് ഫിസിക്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതുവരെ എക്സാമിന് വന്ന് കണ്ടിട്ടില്ലെന്ന് പറയാൻ ഈ ഒരു കാര്യം മാത്രമാണ്, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ഫോഴ്സസ്: ഇലക്ട്രോ മാഗ്നറ്റിസം, വീക്ക് ഇന്ററാക്ഷൻ, സ്ട്രോങ് ഇന്ററാക്ഷൻ, ഗ്രാവിറ്റേഷൻ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക്, അതുപോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കുക. അതായത് ഏത് ഫോഴ്സ് ആണ് ഏറ്റവും പവർഫുൾ, ഏറ്റവും ശക്തിയുള്ള ഫോഴ്സ് ഇതിൽ ഏതാണെന്നും അതുപോലെ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഇതിൽ ഏതാണെന്നും ഒക്കെ നിങ്ങൾ ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, there are 4 fundamental forces that govern the universe. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ മറ്റേ പിക്ചറിൽ കണ്ടത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് അതുപോലെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചറും കൂടി ഉൾപ്പെടുത്തിയത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. വാട്ട് ഈസ് ഗ്രാവിറ്റി? എന്താണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്? ഈ ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷനും രണ്ടാണോ? അതും രണ്ടും ഒരൊറ്റ കാര്യമാണോ ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷനും? അല്ല, നമ്മുടെ ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷനും രണ്ട് കാര്യങ്ങളാണ്, പക്ഷെ റിലേറ്റഡ് ആണ്. അത് രണ്ടും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷൻ അതുപോലെ ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ടിങ് ബിറ്റ്വീൻ എനി ബോഡീസ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് ബോഡി തമ്മിൽ ആകർഷിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും ആണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ പറയുന്നത്. അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റി എന്താന്ന് വെച്ചാൽ, ഗ്രാവിറ്റി ഈസ് ദ എർത്ത്സ് ഗ്രാവിറ്റേഷണൽ പുൾ ഓൺ എ ബോഡി ലൈങ് നിയർ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് എർത്തിലേക്ക് പുൾ ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ ഗ്രാവിറ്റി നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. അതുപോലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനിലൊക്കെ നമുക്ക് പഠിക്കാണ്. നിങ്ങൾക്ക് ഫിസിക്സ് തന്നെ ഇനി നിങ്ങൾക്ക് പഠിക്കാണ്ട് നമുക്ക് ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഹാവിംഗ് മാസ് ഉള്ള രണ്ട് ബോഡീസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഹാവിംഗ് മാസ് ഉള്ള രണ്ട് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അതൊരു ലോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ്, വളരെയധികം ദൂരത്തേക്ക് ആ ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സും ഇത് തന്നെയാണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, എനർജി ഏറ്റവും കുറഞ്ഞ എനർജി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വീക്ക് ആയിട്ടുള്ള. ഓക്കെ, ഏറ്റവും വീക്ക് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മയ്ക്ക് നല്ലത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? പവർ കുറച്ച് പവറേ ഉള്ളൂ. അതിന് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ പവർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റ് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് പോയിന്റ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഡ്യൂ ടു ദയർ മാസസ്. ഞാൻ പറഞ്ഞു, മാസ് ഉള്ള രണ്ട് ബോഡി തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. ഇറ്റ് ഇസ് എ നോൺ കോൺടാക്ട് ഫോഴ്സ്. ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. വീക്കസ്റ്റ് ഫോഴ്സ് ഓഫ് ഓൾ ഫോഴ്സസ്. ലോങ് റേഞ്ച് ഫോഴ്സ്. ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവെനിങ് മീഡിയം. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇത് മുഴുവൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് അതാണ് മെയിൻ. അത്ര കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്.
ജസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ഇൻഡിവിജ്വൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും, ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ്, അതായത് ഓരോന്നോരോന്നായിട്ടുള്ള ന്യൂട്രോണിനെയും പ്രോട്ടോൺസിനെയും ടുഗദർ ഒന്നിപ്പിച്ച് വെക്കുന്നതാണ് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് പോയിന്റ്സ് പറയാം. ഇൻവോൾവ് ഇൻ റേഡിയോ ആക്റ്റീവ് ബീറ്റ റേസ്. നമ്മൾ ഗാമാറയും ബീറ്റാവയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇൻവോൾവ് ഇൻ റേഡിയോ ആക്റ്റീവ് ബീറ്റ ഡീകെ. വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സസ്, വെരി ഷോർട്ട് റേഞ്ച്, വെരി ഡിഫിക്കൽട്ട് ടു ഒബ്സർവ്. വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. വീക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അതൊരു വീക്ക് ഫോഴ്സ് ആണ്, പക്ഷെ ശരിക്കും വീക്ക് അല്ല. വെരി ഷോർട്ട് റേഞ്ച് ആണ്, അധികം ദൂരത്തേക്ക് പോകില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് എന്താണ് നല്ല പവറിലായിരിക്കും അതുണ്ടാവുക. പിന്നെ വെരി ഡിഫിക്കൽട്ട് ടു ഒബ്സർവ്, അതിനെ ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. എ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ, ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഓൾ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ്. അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാതെ ഒരു എന്താ പറയുക ഒരു കാര്യം നമ്മുടെ എർത്തിൽ തന്നെ നമ്മുടെ ടെക്നോളജി പലതും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതില്ലാതെ നമ്മുടെ എർത്തിന് നമുക്ക് പല കണ്ടെത്തലുകളും നടത്താൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെ സോളാർ സിസ്റ്റം അങ്ങനത്തെ പല പല എന്താ പറയാ നമ്മൾ പറഞ്ഞാൽ കഴിയില്ല, അങ്ങനത്തെ അത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ ഫോഴ്സ് നേച്ചറാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫോഴ്സ് ആക്ടിവിറ്റി വിത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഓൾ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ്. ഇലക്ട്രോ മാഗ്നറ്റിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും കൂടി മിക്സഡ് ആയ കോമ്പിനേഷൻ ആണ് ഇതിൽ. അപ്പോൾ ചാർജിലുള്ള രണ്ട് പാർട്ടിക്കിൾസിന്റെ കോമ്പിനേഷൻ, ഇലക്ട്രിക്കലും മാഗ്നറ്റിക്കലും ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ റിപ്പൾസീവും ആണ്. ഈ ഫോഴ്സ് നമുക്ക് അട്രാക്ട് ചെയ്യാനും അതുപോലെ റിപ്പൾസ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കാന്തം തന്നെ കണ്ടിട്ടില്ലേ, അട്രാക്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ റിപ്പൾസ് ചെയ്യും, അതായത് ആകർഷിക്കുകയും ചെയ്യും വികർഷിക്കുകയും ചെയ്യും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് കൂടുതൽ കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനപ്പോ ഇത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയാ എക്സ്ട്രാ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് മതി എക്സാമിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഫിസിക്സിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി നോക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. The strong nuclear force binds protons and neutrons in a nucleus. ഒരു ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഈ സ്ട്രോങ് ഫോഴ്സ് ബൈൻഡ് ചെയ്ത് വെക്കും. പിന്നെ അട്രാക്റ്റീവ് ഇൻ നേച്ചർ, പ്രകൃതിയിൽ അട്രാക്റ്റീവ് ആണ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ അബൌട്ട് 100 times of the electromagnetic force in strength. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും 100 ഇരട്ടിയാണ് ഇതിന്റെ പവർ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആൻഡ് ആക്ട് ഈക്വലി ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് എ പ്രോട്ടോൺ. അതായത് രണ്ട് പ്രോട്ടോണിന്റെ ഇടയിലും ഈക്വൽ ആയിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. അതുപോലെ ന്യൂട്രോൺ ആൻഡ് എ ന്യൂട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ആൻഡ് എ ന്യൂട്രോൺ, ന്യൂട്രോണുകൾക്കിടയിലും അതുപോലെ പ്രോട്ടോണുകൾക്കിടയിലും അതുപോലെ തന്നെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇടയിലും ഇത് ഈക്വൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. പിന്നെ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് എബൌട്ട് ന്യൂക്ലിയർ ഡയമെൻഷൻസ്. അധികം ദൂരത്തേക്കൊന്നും ഇല്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് എന്താണ് നല്ല പവർ ആണ്. നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ. നെക്സ്റ്റ് റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഫോഴ്സസ്. റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഫോഴ്സസ്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്, വീക്ക് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ. ഈ ഫോഴ്സിനൊക്കെ നമ്മളിപ്പോ കുറച്ച് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊക്കെ ഒരു റേഷ്യോസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അനുപാതം. ഇതിന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ. അപ്പൊ ഈ 4 ഫോഴ്സിനും തമ്മിലൊരു റേഷ്യോ, ഒരു അനുപാതം ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1:10⁻²(10⁻³ അതുപോലെ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്. സ്ട്രോങ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഫോഴ്സിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് ഇതുവരെ വന്ന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ചാപ്റ്റർ ഓവർ ആയിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ വേൾഡ് നിങ്ങൾക്ക് ഇതിൽ അധികം ഒന്നും പഠിക്കാനല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞതാ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതിയാവും.
ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ ഓവർ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് വേഗം വേഗം ചെയ്യാം. ഓർഡറിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കധികം ടൈമില്ല. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററെങ്കിലും ഈ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് എക്സാമിന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ചാപ്റ്റർ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും യൂസ്ഫുൾ ആണല്ലോ. അപ്പൊ സിമ്പിൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കരുത്. ഫിസിക്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാവൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഫിസിക്സ് നമുക്ക് കുറേ ആയി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ടാക്കി ഒതുക്കുന്നത്. ബാക്കി നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ഇറ്റ്സ് മീ ബിഗ് സൈനിങ് ഓഫ്.